പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കൂടുതൽ മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കാനാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. केरला के सीएम के पीछे पड़े हैं। अगर ये चुनाव जीत गए, मेरे से लिखवा लो एफिडेविट के ऊपर। थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनराई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുന്ന നരേന്ദ്രമോദി സ്വന്തം പാർട്ടിയിലുള്ളവരെയും വെറുതെ വിടുന്നില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എൽ കെ അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. BJPയിൽ 75 വയസ്സ് മാനദണ്ഡം അനുസരിച്ച് നരേന്ദ്രമോദി വിരമിക്കാൻ സമയമടുത്തു. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് BJP ഇപ്പോൾ വോട്ട് ചോദിക്കുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. तो मैं लोगों को, देश के लोगों को आगाह करना चाहता हूं, मोदी जी अपने लिए वोट नहीं मांग रहे। मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं। मैं पूछना चाहता हूं मोदी जी से और अमित शाह जी से, ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे हैं. ഭാര്യ സുനിതയ്ക്കൊപ്പം കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്തെത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുഗമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഊർജം പകരുന്ന തരത്തിലേക്കുള്ള പ്രസംഗം, അതിൽ ഏത് തരത്തിലാണ് അദ്ദേഹം നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നത്, അതുപോലെ തന്നെ BJPയിലുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇല്ലാതാക്കിയത് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന ശുഭപ്രതീക്ഷ, ആ തരത്തിലേക്ക് വിവിധ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ട് അഴിമതിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിക്കുന്നു. അനുജ, ഡൽഹി മദ്യനയത്തെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിച്ചില്ലെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേന്ദ്ര സർക്കാരിനെ കണക്കറ്റ് വിമർശിച്ചാണ് ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ അഭിസംബോധന ചെയ്യവേ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ വിമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹി മദ്യന അഴിമതി കേസിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് 50 ദിവസത്തോളം ജയിൽവാസമായിരുന്നു. പിന്നീട് ഇന്നലെ തിഹാർ ജയിലിൽ നിന്നും ജനങ്ങൾ വലിയ സ്വീകരണത്തോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ വരവേറ്റത്. ഇന്ന് രാവിലെ ഹനുമാൻ ക്ഷേത്ര സന്ദർശിച്ച ശേഷം പിന്നീട് ഏതാണ്ട് 12 തന്നെ പാർട്ടി ആസ്ഥാനത്തെത്തി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഡൽഹിയിലെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നു. ഡൽഹിയിൽ സൗത്ത് ഡൽഹി മണ്ഡലത്തിലെ മെഹ്റൂളിൽ വെച്ചാണ് റോഡ് ഷോ ആരംഭിക്കുക. ഇന്ന് രാത്രി 8 മണിക്കും മറ്റൊരു റോഡ് ഷോ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് 1 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സംസാരിക്കവേ കണക്കറ്റ് വിമർശനം ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചു. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, കേവലം 10 വർഷം മാത്രം പഴക്കമുള്ളൊരു പാർട്ടിയെ ഇത്തരത്തിൽ മോദി ഇല്ലായ്മ ചെയ്യാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് 4 മുൻനിര നേതാക്കളെ ജയിലിലടച്ചിരിക്കുന്നത്. താൻ, അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ് കൂടാതെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ചു. എന്നിട്ടും ആം ആദ്മി പാർട്ടി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതിക്കെതിരെ പോരാട്ടമായി തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നത്. അഴിമതിക്കെതിരെ പോരാട്ടമായി പലപ്പോഴും നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും അത്തരമൊരു ആഹ്വാനം കാണണമെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം കാണണമെങ്കിൽ തന്നിൽ നിന്ന് പഠിക്കൂ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, BJP ആണെങ്കിൽ BJPയിലെ ആഭ്യന്തര തർക്കവും ഏത് തരത്തിലേക്കാണ് നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, എന്നാൽ കൂടുതൽ വളരുകയേ ഉള്ളൂ, കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ ആം ആദ്മി പാർട്ടി തകർക്കാൻ ശ്രമിക്കും തോറും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞത്. അഴിമതിയുടെ പേരിൽ തന്നെ ജയിലിലാക്കുന്നു, എന്നാൽ ഏറ്റവും കൂടുതൽ അഴിമതിക്കാരുള്ള പാർട്ടിയാണ് BJP. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, പറയൂ. BJPയിലെ മുതിർന്ന നേതാക്കൾ, അതായത് LK അദ്വാനി, അതോടൊപ്പം തന്നെ വസുന്ധരാജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയം നരേന്ദ്രമോദി വന്നതിനും
മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയം നരേന്ദ്രമോദി വന്ന ശേഷം അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അടുത്ത ലക്ഷ്യം യോഗി ആദിത്യനാഥാണ്. 2024 ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാവുന്നൊരു തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് ശേഷം പിന്നീട് അമിത്ഷാ എന്ന പേരിലേക്ക് മാത്രമാണ് ചുരുങ്ങുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി പല വേദികൾ ചോദിക്കുന്നുണ്ട്, ആരാകും തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന ചോദ്യം പല വേദികൾ ഉന്നയിക്കുന്നുണ്ട്. തിരിച്ചും താൻ അതുപോലെ തന്നെ ചോദിക്കുന്നു, നരേന്ദ്രമോദിക്ക് ശേഷം ആര് മുഖ്യമന്ത്രി എന്നെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പദ്ധതി തങ്ങൾക്കുണ്ടോ, അതിന് ഉത്തരമുണ്ടോ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട BJP നേതാക്കളുടെ രാഷ്ട്രീയമെല്ലാം തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയവും അവസാനിക്കുന്നു. അങ്ങനെ BJPയിലെ ആഭ്യന്തര തർക്കവും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടക്കുന്ന സമീപനം, അവരെ വേട്ടയാടുന്ന രീതി, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്നത്തെ പ്രസംഗം. അതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, MK സ്റ്റാലിൻ എന്നിവരുടെ പേരും എടുത്തു പറഞ്ഞു തന്നെയായിരുന്നു ഇന്നത്തെ പ്രസംഗം. എന്തായാലും വലിയ തരത്തിലൊരു പിന്തുണ ഇന്നത്തെ ഈ റോഡ് ഷോയ്ക്ക് മുമ്പുള്ള അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്തെത്തുന്ന സമയമെല്ലാം തന്നെ പ്രവർത്തകരുടെ പിന്തുണയുണ്ടായിരുന്നു. പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ പാർട്ടി ആസ്ഥാനത്ത് അടിച്ചുകൂടി. ഇന്ന് വലിയ സ്വീകരണത്തോടുകൂടിയാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വരവേറ്റത്. എന്തായാലും അല്പസമയത്തിനും റോഡ് ഷോ ആരംഭിക്കും. റോഡ് ഷോയിൽ ഏത് നിലയിലാകും ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് സൗത്ത് ഡൽഹിയിലെ റോഡ് ഷോയിൽ സുനിത കെജ്രിവാൾ പങ്കെടുത്തത്. അരവിന്ദ് കെജ്രിവാളിന്റെ അസാന്നിധ്യത്തെ സുനിത കെജ്രിവാളിലൂടെയാണ് ആം ആദ്മി പാർട്ടി മറികടന്നത്. നിലവിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ വൈകാരികമായി തന്നെ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശത്തിലുള്ള പ്രസംഗമെല്ലാം തന്നെ നടത്തിക്കൊണ്ട് ഈ ഡൽഹിയിലടക്കം ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന റോഡ് ഷോ ആക്കി മാറ്റാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് പ്രവർത്തകർക്ക് നൽകിയ ആഹ്വാനം മുഴുവൻ പ്രവർത്തകരും MLA മാരും എല്ലാം തന്നെ സൗത്ത് ഡൽഹിയിൽ എത്തണമെന്നൊരു ആഹ്വാനമാണ്. അല്പസമയത്തിന് തന്നെ മെഹ്റൂളിൽ അത്തരത്തിൽ വലിയ റോഡ് ഷോ ആരംഭിക്കും. ആ റോഡ് ഷോ കൃത്യമായ സന്ദേശമാകും ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും നൽകുക. 2014-ലും 2019-ലും നഷ്ടപ്പെട്ടുപോയ 7 ലോക്സഭാ മണ്ഡലങ്ങൾ ഇക്കുറി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ എന്തായാലും ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിനും വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു വിജയമാക്കാൻ, ഈ റോഡ് ഷോ വിജയമാക്കാനുള്ള ഒരു പ്രഖ്യാപനം ഇതിനും തന്നെ ഈ പ്രവർത്തകർ അല്ലെങ്കിൽ അത്തരം ഒരു ആഹ്വാനം പ്രവർത്തകർക്കിടയിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള പദ്ധതികളാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുതൽ പഞ്ചാബ് അതോടൊപ്പം തന്നെ ഹരിയാന ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. കൂടാതെ ഡൽഹിയിലെ മറ്റ് മണ്ഡലങ്ങളിലും റോഡ് ഷോയിൽ സജീവമാകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിതിൻ, ഇതിനോടകം തന്നെ BJPയുടെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം. അത് സുപ്രീം കോടതി വ്യവസ്ഥകളുടെ ലംഘനമാണ് നടന്നിട്ടുള്ളത്, പാകിസ്ഥാൻ പോലും പിന്താങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്ന് പറയുന്നു. ഒപ്പം നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നതിന് പോലും ഉത്തരം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടല്ലോ, അതിന്റെ കൂടി വിവരങ്ങൾ. എന്തായാലും BJP ഇപ്പോൾ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം 2024-ൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്നൊരു യാഥാർത്ഥ്യം എന്തായാലും അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ BJP പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല, പക്ഷേ പിന്നീട് അരവിന്ദ് കെജ്രിവാൾ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി സഖ്യം ചേരുകയും ഇതെല്ലാം തന്നെ തന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇത് തുറന്നു കാട്ടുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഇന്ന് BJPയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് നടത്തുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ എന്താണോ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അതിന് വിപരീതമായാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന ഒരു തുറന്നു കാട്ടാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഇന്ന് BJP വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്തായാലും BJPക്കെതിരെ ഉന്നയിച്ച രാഷ്ട്രീയമായിട്ടുള്ള പല വിമർശനങ്ങളുണ്ട്. അത് ഇന്ന് യഥാർത്ഥത്തിൽ 50 ദിവസത്തെ ജയിൽവാസ ശേഷം ഏത് തരത്തിൽ ഇന്ന് BJPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാൻ സാധിക്കുമോ അത്തരത്തിലൊരു വിമർശനം തന്നെയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിമർശനം അതൊരു പക്ഷേ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ടത്തെ റോഡ് ഷോയിലായിരിക്കും അത്തരം ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക. ആ ഒരു കാര്യത്തിലാണ് ഇന്നിപ്പോൾ എന്തായാലും ആം ആദ്മി പാർട്ടി എല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ BJPയുടെ ചില വിമർശനങ്ങളുണ്ട്. അതൊരു പക്ഷേ അതിനുള്ള മറുപടിയും ഇന്നത്തെ ഈ റോഡ് ഷോയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ ആരംഭിക്കും. സൗത്ത് ഡൽഹിയിലാണ് റോഡ് ഷോ നടക്കുന്നത്. അതിൽ അദ്ദേഹം എന്ത് പറയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാകുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഈ വാർത്താ ദിനത്തിലെ ശ്രദ്ധാകേന്ദ്രം.